ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളെ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളെ മറന്നോ അല്ലെങ്കിൽ അവർക്ക് നിങ്ങളെ മറക്കാനായിട്ട് കഴിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം നടന്ന വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് റെസനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കാം. ഇനി റെസനേറ്റ് ചെയ്യുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്ന ആ ഒരു സമയത്ത് തന്നെ സ്കിപ്പ് ചെയ്ത് പോകാനായിട്ട് ശ്രമിക്കാം. ആരും ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് നിങ്ങൾ ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു പേഴ്സൺ നിങ്ങളെ മറന്നോ എന്നുള്ളൊരു കാര്യമാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും ഓർമ്മകൾ ഇപ്പോൾ അവർ കാത്തു സൂക്ഷിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സൺ നിങ്ങളെ മറന്നോ? തീർത്തും അവരുടെ ഓർമ്മകളിൽ നിന്നും അവരുടെ ചിന്തകളിൽ നിന്നും എല്ലാം നിങ്ങൾ മാഞ്ഞുപോയോ, അതോ ഇപ്പോഴും നിങ്ങൾ അവരുടെ മനസ്സിലുണ്ടോ, അവരുടെ ഓർമ്മകളിലുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. നിങ്ങളെ മറന്നോ എന്നുള്ളൊരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് കാർഡ് നമുക്ക് 5 ഓഫ് പെന്റക്കിൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. സെക്കൻഡ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ്. ഓക്കെ, നൈറ്റ് ഓഫ് കപ്സ്. ഓക്കെ, 2 കാർഡ്സ് കിട്ടിയിട്ടുണ്ട്. 8 ഓഫ് വാൻഡ്സ് ആണ്. ദ എംപ്രസ് കാർഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ദ ഹൈ പ്രിസ്റ്റസ് കാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, 10 ഓഫ് വാൻഡ്സ് കിട്ടുന്നുണ്ട്. ഓക്കെ, ഏസ് ഓഫ് വാൻഡ്സ്. ഫയർ എനർജീസ് ഇഷ്ടമാതിരി നമുക്ക് വരുന്നുണ്ട്. സ്ട്രെങ്ത് എന്ന് പറയുന്ന കാർഡ് കിട്ടുന്നുണ്ട്. ഓക്കെ, 5 ഓഫ് സോഡ്സ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 7 ഓഫ് വാൻഡ്സ് ഇവിടെ കിട്ടുന്നുണ്ട്. 6 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഓക്കെ, മാസ്റ്റർ കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ കിങ് ഓഫ് പെന്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന ഒരു സ്പ്രെഡ്. അപ്പം നമ്മളിവിടെ നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ പൂർണ്ണമായിട്ടും മറന്നോ, അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്, നിങ്ങളെക്കുറിച്ചുള്ള എന്തൊക്കെ ചിന്തകളാണ് അവർക്കുള്ളത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് നമുക്ക് വന്നിട്ടുള്ളത് ഒരു പെന്റക്കിൾസിന്റെ കാർഡാണ്. അതിനോടൊപ്പം തന്നെ സെക്കൻഡ് കാർഡ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി ഒത്തിരി ബുദ്ധിമുട്ടിലൂടെ നെഗറ്റീവായിട്ടുള്ള എനർജിയുടെ നടുക്ക് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അവരുടെ ചുറ്റുപാടുമുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്ക് എതിരായി നിൽക്കുന്ന ഒത്തിരി അവർക്കൊരു പ്രശ്നം, കുറേയേറെ പ്രശ്നങ്ങൾ, ഒരു പ്രശ്നം എന്നല്ല കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. അത് ഫേസ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരു പേഴ്സൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്ന കൂടിയുണ്ട്, ഈ ലോകം മുഴുവൻ എനിക്കെതിരാണ് എന്ന് ചിന്തിക്കുന്ന ഒരു പേഴ്സന്റെ എനർജി നമുക്ക് കാണാം. അത്രയധികം എവിടെ തൊട്ടാലും പ്രശ്നങ്ങൾ എന്ന രീതിയിൽ നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പം അവര് ഒത്തിരി ഡിഫിക്കൽട്ടീസ് ഫേസ് ചെയ്യുന്ന ഒരു സമയമാണെങ്കിൽ കൂടിയും ഒരു നമ്മൾ എന്താ പറയുക, അങ്ങ് ദൂരെ ഒരു ചെറിയൊരു പ്രതീക്ഷയുടെ നുറുങ്ങുവെട്ടം കാണുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ അവർക്ക് ഈ ഒരു പ്രശ്നങ്ങളെല്ലാം വരുന്ന സമയത്ത് അവർ നിങ്ങളെക്കുറിച്ച് ചെറുതായിട്ട് ചിന്തിക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്ന സമയത്ത് അവർക്കൊരു പ്രതീക്ഷ അപ്പോഴും അവിടെ ഉണ്ട് എന്ന് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സണ് ഫൈനാൻഷ്യൽ പരമായിട്ട് ഒത്തിരി തകർന്നു പോയി, മാനസികമായിട്ട് ഒത്തിരി പ്രശ്നങ്ങൾ, ദാരിദ്ര്യം അനുഭവിക്കേണ്ട ഒരു അവസ്ഥ, ഇതൊക്കെ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പ്രശ്നങ്ങൾ ഒരേ സമയത്ത് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, പലതരം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യുന്ന ഒരു വ്യക്തിയുടെ സിറ്റുവേഷൻ ആണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ കറന്റ്ലി സിറ്റുവേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ ജസ്റ്റ് അവരിപ്പോൾ പിന്നിട്ട ഒരു സമയവും ആകാനുള്ള ചാൻസസ് ഉണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമുക്ക് ക്യൂൻ ഓഫ് കപ്സിന്റെ ഒരു എനർജി കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ ഒരു ക്യൂൻ ഓഫ് കപ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു പേഴ്സണെ ഒത്തിരി ഒരു സിമ്പതിയോടുകൂടി, ഇവര് ഇതുപോലെ തകർന്നു പോയ സമയത്ത് വളരെയധികം ഒരു സിമ്പതിയോടുകൂടി ഇവരെ ഹെൽപ്പ് ചെയ്ത് ഇവര് ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന സമയത്ത് ഒരു പ്രതീക്ഷയുടെ കൈത്താങ് കൊടുത്ത് ഇവരെ മുന്നോട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങളെന്നാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഒരു കെയറിങ് നേച്ചറുള്ള, ഇമോഷണലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ. അപ്പം ഈ ഒരു പേഴ്സൺ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ഒത്തിരി കെയറിങ് കൊടുത്തിട്ടുണ്ട്. അവരുടെ മനസ്സിൽ അവർക്ക് ഒരു കോൺഫിഡൻസ്, നിങ്ങളോടൊപ്പം നിന്നിരുന്ന സമയത്തൊക്കെ അവർക്ക് ഒത്തിരി കോൺഫിഡൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങളുടെ ഒരു പ്രസൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഓക്കെ ആകുന്ന പോലെ അവർക്ക് ഫീൽ ചെയ്യും.
അങ്ങനെ ഒരു നിങ്ങളുടെ ഒത്തിരി സപ്പോർട്ട് ഈ ഒരു പേഴ്സണ് കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. ഈ ഒരു ഏറ്റവും ബുദ്ധിമുട്ടി അവർ നിന്ന ആ ഒരു സമയത്താണ് നിങ്ങളിലേക്ക് അല്ല അവരിലേക്ക് നിങ്ങൾ എത്തിയിട്ടുള്ളത് എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് നൈറ്റ് ഓഫ് കപ്സിന്റെ ഒരു എനർജി വരുന്നുണ്ട്. ഇവിടെ അവർക്ക് ഒത്തിരി ഓപ്ഷൻസ് അവരുടെ മുന്നിലേക്ക് വന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതായത് അവർക്ക് കുറേയേറെ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു. ആ സ്വപ്നങ്ങൾ ഒക്കെ അവര് നിറവേറ്റണം, അല്ലെങ്കിൽ ആ സ്വപ്നങ്ങളൊക്കെ നേടിയെടുക്കണം എന്നൊക്കെ വിചാരിച്ച് അവര് അതിനു വേണ്ടിയിട്ട് പരിശ്രമിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആ ഒരു സ്വപ്നങ്ങളൊക്കെ ഒരു റിയാലിറ്റി ആയിട്ട് കുറേയേറെ സ്വപ്നങ്ങളെല്ലാം നടന്നു. അപ്പം അവര് ഒരിക്കലും എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊന്നും വരില്ല എന്ന് വിചാരിച്ച് ഇരുന്ന അവര്, അല്ലെങ്കിൽ ഈ ഒരു കാര്യങ്ങളൊന്നും എൻ്റെ ലൈഫിൽ നടക്കാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആ ഒരു വ്യക്തിക്ക് ഞാൻ ഈ പറഞ്ഞതുപോലെ ഒത്തിരി ദാരിദ്ര്യവും വിഷമങ്ങളും ഒക്കെ അനുഭവിച്ച ഒരു പേഴ്സൺ ആണ്. ആ ഒരു പേഴ്സൺ അങ്ങനെ ഒരു കഷ്ടപ്പെട്ട് നിന്ന സമയത്ത് നിങ്ങൾ അവർക്കൊരു കൈത്താങ്ങായി നിന്നിട്ടുണ്ട്. അങ്ങനെ ആയിരിക്കാം ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഇതിലേക്ക് വന്നിട്ടുള്ളത്. പക്ഷെ അതിനുശേഷം അവരുടെ മുന്നിലേക്ക് ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ്, നിങ്ങളുടെ പ്രസൻസിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവർ വളരെ ഹാപ്പി ആയിരുന്നു. അപ്പം അങ്ങനെ അവർക്ക് അവരുടെ മുന്നിലേക്ക് അതിനുശേഷം ഒത്തിരി ഓഫേഴ്സ് വന്നു. അപ്പൊ അവർ ഡ്രീം കണ്ടിരുന്ന പല കാര്യങ്ങളും അവർക്ക് റിയാലിറ്റി ആയിട്ട് കിട്ടി. അപ്പോൾ അവരവരുടെ പാഷനെ ഫോളോ ചെയ്തു. അങ്ങനെ വളരെ നല്ല ചാമായിട്ട് ഒരു രീതിയിൽ ആ ഒരു പേഴ്സൺ മുന്നോട്ട് പോയി എന്നുള്ളതാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. പിന്നെ നമുക്ക് വരുന്ന ഒരു കാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പേഴ്സൺ ശരിക്കും ഇവരുടെ ഒരു ക്യാരക്ടർ നോക്കുകയാണെങ്കിൽ ഗോ വിത്ത് ദ ഫ്ലോ എന്ന രീതിയിൽ പോകുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് നമ്മളിപ്പോൾ ഒരാളെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾക്ക് ഒരാളോട് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഭയങ്കരമായിട്ടും അറ്റാച്ച് ചെയ്ത് നിൽക്കുന്ന ആളുകളുണ്ടാവും. ചില ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ നിന്നിട്ട് അങ്ങനെ പോകുന്നവരുണ്ടാവും. പക്ഷെ ഈ ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഇതിന് രണ്ടിനും നടുക്ക് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അതായത് ഒത്തിരി അറ്റാച്ച്മെന്റും ഇല്ല, എന്നാൽ ആ സമയത്ത് തന്റെ കാര്യങ്ങളൊക്കെ നേടിയെടുത്ത് അങ്ങനെ പോവുകയും ചെയ്യണം. ആ ഒരു രീതിയിൽ ഒരു ഒഴുക്കം മട്ടി നിൽക്കുക എന്നൊക്കെ പറയാം. അതാണ് ഈ ഒരു ഗോ വിത്ത് ഫ്ലോയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. എന്ത് വന്നാലും പ്രശ്നമില്ല, അതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാം, അല്ലെങ്കിൽ ഇന്ന ആ ഒരു പേഴ്സൺ എൻ്റെ അടുത്ത് ഇത്ര ഈ ഒരു രീതിയിൽ വേണം, അങ്ങനെ ഒന്നും ചിന്തിക്കാത്ത ഇങ്ങനെ വരുന്ന ആളുകളോടൊപ്പം മുന്നോട്ടേക്ക് അങ്ങ് പോകാം, അല്ലെങ്കിൽ വരുന്ന സിറ്റുവേഷനോടൊപ്പം മുന്നോട്ടേക്ക് പോകാം എന്ന രീതിയിൽ ചിന്തിക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്ക് മനസ്സിലായത്. അപ്പൊ അത്തരത്തില് അങ്ങനെ മുന്നോട്ടേക്ക് പോയി തന്റെ കാര്യങ്ങൾ നേടിയെടുത്ത് ആ ഒരു ഗോളൊക്കെ സെറ്റ് ചെയ്ത് അങ്ങനെ പോകുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറന്നോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കിവിടെ 8 ഓഫ് വാൻഡ്സ് വരുമ്പോൾ തന്നെ വേറൊരു കമ്മ്യൂണിക്കേഷന്റെ ഒരു എനർജി കൂടി ഇതിനകത്ത് പറയേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു സമയത്ത് നിങ്ങളോട് വളരെയധികം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ എംപ്രസ് കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നിങ്ങളുടെ ഒരു എനർജിയാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. അതായത് വളരെ സോഫ്റ്റർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്ന് നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഇമോഷൻസിന് ഒത്തിരി വാല്യൂ കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ്. ഫീലിങ്സിന് ഒത്തിരി വാല്യൂസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾക്ക് പല ഇൻറ്റ്യൂഷനും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് കാര്യങ്ങൾ കിട്ടാറുണ്ട്. അങ്ങനെ ഇൻറ്റ്യൂഷൻസ് ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നീട് ആ ഒരു ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ ആ ഒരു കാര്യം സത്യമാകുന്നത്, അങ്ങനെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പം അതുപോലെ കുറച്ച് ഒരു ദൈവികമായിട്ട് കുറച്ച് അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുള്ള പേഴ്സൺ എന്നൊക്കെ പറയില്ലേ, ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളെ ഫീൽ ചെയ്തിട്ടുണ്ടാവും. പലപ്പോഴും പല കാര്യങ്ങളും ഇൻഡ്യൂഷൻസ് ആയിട്ട് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമോ അല്ലെങ്കിൽ കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷമോ ആ സെയിം കാര്യം അല്ലെങ്കിൽ ആ സെയിം സിറ്റുവേഷൻ നമ്മുടെ മുന്നിൽ നടക്കുക. അപ്പൊ ആ ഒരു ഇൻഡ്യൂഷൻ അതൊക്കെ, അപ്പൊ എനിക്കത് ദൈവം നേരത്തെ കാണിച്ചു തന്നതാണല്ലോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കുന്ന ആ തരത്തിലുള്ള എക്സ്പീരിയൻസസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അപ്പോൾ അങ്ങനെ ഒത്തിരി ഒരു ബ്ലെസ്സിങ്സ്, ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ള ഒരു പേഴ്സൺസ് ആണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇമോഷൻസ്, ഫീലിങ്സ് ഒക്കെ വളരെയധികം കൂടുതലുള്ള സിമ്പതിയുള്ള ഒരു പേഴ്സൺ ആണ് നിങ്ങൾ എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്നത് ഹൈ പ്രിസ്റ്റസ് കാർഡ്. ഇവിടെയും ആ ഒരു നിങ്ങളുടെ ആ ഒരു ഇൻഡ്യൂഷൻ വീണ്ടും നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് തോന്നുന്ന ഇൻഡ്യൂഷന്, അല്ലെങ്കിൽ നിങ്ങളുടെ തോന്നലുകൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങൾ, ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മറ്റുള്ള ആളുകളുടെ വാക്കുകൾക്കും, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വിന്നർ ആയി കഴിഞ്ഞാൽ പോലും നിങ്ങളത് വിന്നർ ആയെന്ന് നിങ്ങൾക്ക്
പറയാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് അംഗീകരിക്കാനോ കഴിയാത്തൊരവസ്ഥ. മറ്റുള്ള ആളുകൾ വന്നിട്ട് പറയണം ഓക്കെ നിങ്ങൾ ഇത് സക്സസ് ആയിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് കിട്ടി അല്ലെങ്കിൽ അങ്ങനെ പറയുമ്പോൾ മറ്റുള്ള ആളുകളെ കൂടുതലായിട്ട് കൺസിഡർ ചെയ്ത് അവരുടെ വാക്കുകൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു പേഴ്സൺ ആണ് എന്നുള്ള രീതിയിലാണ് നിങ്ങളുടെ എനർജി നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, പിന്നെ നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 10 ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡ് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു പാറ്റേൺ അനുസരിച്ച് നമ്മളിങ്ങനെ പോന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റിലേഷൻഷിപ്പിൽ പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് എങ്ങനെയാണ്, പിന്നെ നിങ്ങളുടെ എനർജികളൊക്കെ നമുക്ക് ഇതിന്റെ ഇടയ്ക്ക് കിട്ടുന്നുണ്ടെങ്കിൽ പോലും നമ്മളിവിടെ ആദ്യം പറഞ്ഞതുപോലെ ഈ പേഴ്സൺ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഈ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു വ്യക്തി ഓപ്ഷൻസ് എന്ന് പറയുമ്പോൾ കരിയർ സംബന്ധമായ, ഫൈനാൻഷ്യൽ സംബന്ധമായ, അതോടൊപ്പം തന്നെ തേർഡ് പാർട്ടി അതായത് അതർ പേഴ്സൺസിന്റെ ഓപ്ഷൻസ്, റിലേഷൻഷിപ്പ് ഓപ്ഷൻസ് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സമയം എത്തിയപ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉള്ള ആ ഒരു റിലേഷൻഷിപ്പ് കുറച്ചൊരു ബേർഡൻ ആയിട്ട് ഈ ഒരു പേഴ്സണ് തോന്നി എന്നുള്ളതാണ്. കാരണം ഇവരുടെ മുന്നിൽ ഒത്തിരി ഓപ്ഷൻസ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ ഈ നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പേഴ്സണെ ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്ന, കെയർ ചെയ്യുന്ന ഒരു പേഴ്സൺസ് ആയിരിക്കും. പക്ഷെ ഫൈനാൻഷ്യലി നിങ്ങളൊരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് ഒരിക്കലും കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ചിലരൊക്കെ ഫൈനാൻഷ്യൽ സപ്പോർട്ട് കൊടുത്തിട്ടുണ്ടാകാം, പക്ഷെ അതൊന്നും അവർ ഓർത്തിരിക്കണമെന്നില്ല. നമ്മളൊരു കഷ്ടകാലത്ത് നമ്മൾ സഹായിച്ചെങ്കിൽ പോലും ഒത്തിരി ആളുകളൊന്നും അതൊന്നും ഓർത്തിരിക്കില്ല. അവർക്കൊരു നല്ല സമയമൊക്കെ വരുമ്പോൾ ആ ഒരു കഷ്ടകാലത്ത് സഹായിച്ച ആളുകളെയൊക്കെ കൂടുതലും ആളുകൾ മറന്നു പോവുകയാണ് ചെയ്യുക. അല്ലെങ്കിൽ അവരത് ഒരു തെറ്റായിട്ടല്ല, എന്നാലും അവർക്കത് ഓർക്കേണ്ടതായിട്ടൊരു ചാൻസ് ഇല്ല. അവരുടെ മനസ്സിൽ അത് അങ്ങനെ വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടി നിന്ന സമയത്ത് എന്നെ ഈ ഒരു പേഴ്സൺ സഹായിച്ചിട്ടുണ്ടല്ലോ എന്ന് തിരിച്ച് ചിന്തിക്കുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. നിങ്ങൾ സഹായിച്ചിട്ടുണ്ടെങ്കിൽ പോലും അതൊക്കെ അവർ മറന്നു പോയിട്ടുണ്ട്. അവർ വിചാരിക്കുന്നത് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഈ ഒരു പേഴ്സൺ, പക്ഷെ എനിക്ക് വേണ്ടി അങ്ങനെ ഞാൻ നോക്കിക്കഴിഞ്ഞാൽ വലിയ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു പേഴ്സൺ നോക്കുമ്പോൾ ഇവർ കുറച്ചൊന്ന് മെച്ചത്തിലായി. അപ്പൊ ഇനി ഇവർക്ക് നിങ്ങളെക്കാളും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്ന് വിചാരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു പല പല പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പ് വരുമ്പോൾ ഇതൊരു ബേർഡൻ ആയിട്ട് ഫീൽ ചെയ്യുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പം അതോടൊപ്പം തന്നെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്, ഒത്തിരി ഡ്യൂട്ടീസ് ചെയ്ത് തീർക്കാനുണ്ട്. ഇതും എല്ലാം കൂടി വന്നപ്പോഴത്തേക്കും അവർക്കിതൊരു ബുദ്ധിമുട്ടായി. ഈ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് വെച്ചാലോ എന്നൊക്കെയുള്ളൊരു രീതിയിലേക്ക് അവരൊരു കുറച്ച് ഡിസ്റ്റൻസ് ഇട്ട് പോയി എന്നാണ് നമുക്കിവിടെ മനസ്സിലാവുന്നത്. ഒരു സെപ്പറേഷനൊക്കെ ഇതിൽ വന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ നോക്കുകയാണെങ്കിൽ ഏസ് ഓഫ് വാൻഡ്സിന്റെ ഒരു കാർഡാണ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ ഈ ഒരു കാർഡിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ആ ഒരു ഡിസ്റ്റൻസിലായതിനു ശേഷം അതിപ്പോൾ നിങ്ങളായിരിക്കില്ല ആ ഒരു സൈലൻസോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷനോ ഒക്കെ ഇവരെ കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങളുടെ പേഴ്സൺ തന്നെയായിരിക്കും. അപ്പോൾ അതിനുശേഷം നിങ്ങൾ തിരിച്ചറിയുകയാണ് നിങ്ങൾ ഈ ഒരു പേഴ്സണ് വേണ്ടിയിട്ട് ഇത്രയും കുറേ വർഷങ്ങൾ നിങ്ങൾ ഇവരോടൊപ്പം നിന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കുറേ സമയം നിങ്ങളുടെ പോയിട്ടുണ്ടാകാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾ സാക്രിഫൈസ് ചെയ്തുകൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണോടൊപ്പം നിന്നിട്ടുണ്ടാവാം. പക്ഷെ അതിനൊന്നും ഒരു വാല്യൂ ഇല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സമയമായിരുന്നു അത്. അതിനുശേഷം നിങ്ങൾ നിങ്ങളെ തന്നെ സ്നേഹിക്കാനായിട്ട് തുടങ്ങിയതായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടും നിങ്ങളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിച്ചു, പുതിയ വഴികൾ തേടി, അങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയ പുതിയ ഓപ്പർച്യൂണിറ്റീസ് വന്നു എന്നൊക്കെ തന്നെയാണ് നമുക്കിവിടെ കാണുന്നത്. അതിനുശേഷം നിങ്ങൾ ഒരു സ്ട്രെങ്തൻ കാർഡ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഒരു കറേജും കെയറിങ്ങും എല്ലാം കൊടുത്തു. എന്നിട്ട് നിങ്ങളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ പേടിയും കാര്യങ്ങളെല്ലാം എടുത്തു കളഞ്ഞ് ഒരു ഹീലിങ്ങിലൂടെ ശരിക്കും നിങ്ങൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അതിനുശേഷം ഒരു സക്സസിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തു. എല്ലാ വറീസും മറന്നുകൊണ്ട് ഒരു ഗോൾ നിങ്ങൾ സെറ്റ് ചെയ്തായിട്ടാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. പക്ഷെ അതിന് മുന്നൊക്കെ ഒത്തിരി ഇന്നർ വറീസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്, വേദനകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതെല്ലാം നിങ്ങളെ തന്നെ കറേജ് ചെയ്ത് സ്ട്രെങ്തൻ ആക്കിക്കൊണ്ട് നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്ത് അതെല്ലാം മാറ്റി ഒരു ഹീലിംഗ് പ്രോസസ്സിലേക്ക് പോയി എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത് നിങ്ങളുടെ ഒരു വിക്ടറിയാണ്. അതായത് വിന്നിങ് അറ്റ് ഓൾ കോസ്റ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു റിവാർഡ് അല്ലെങ്കിൽ ഒരു സക്സസ് നിങ്ങൾക്ക് ഉണ്ടായി എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. ആ ഒരു ലൈഫിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ നിങ്ങൾ എന്തൊക്കെയോ ആണ്, അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുമല്ല എന്ന് പറഞ്ഞു പോയവരുടെ മുന്നിൽ നിങ്ങൾ എന്തൊക്കെയോ ആണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വാശിയോടുള്ള ഒരു ഓട്ടമാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിജയിച്ചതായിട്ടും നമുക്കിവിടെ മനസ്സിലാവുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സന്റെ ഒരു ഇതിലേക്ക് നോക്കുവാണെങ്കിലും നമുക്ക് അത് തന്നെയാണ് മനസ്സിലാവുന്നത്. അവരും ആ ഒരു സൈഡിൽ എന്തൊക്കെയോ നേടിയെടുക്കാൻ വേണ്ടി ഓടി വിജയിച്ചു, എല്ലാം കഴിഞ്ഞു. അവര്
ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തു എല്ലാ രീതിയിലും. പക്ഷെ അകറ്റി നിർത്തേണ്ടവരെ അകറ്റി നിർത്തിക്കൊണ്ട് ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് ഈ ഒരു സൈഡ് നോക്കുകയാണെങ്കിൽ നിങ്ങളും അതുപോലെ തന്നെ ബൗണ്ടറീസ് ഒക്കെ സെറ്റ് ചെയ്ത് നല്ല രീതിയിൽ ഒരു സക്സസ് ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായി എന്ന് നമുക്ക് കാണാം. നിങ്ങളുടെ രണ്ടുപേരുടെയും ലൈഫിൽ ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളോ അങ്ങനെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരുന്ന ആ ഒരു കാര്യം ചിലപ്പോൾ ഒരു പേഴ്സണിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിലേക്ക് എത്തുക, അല്ലെങ്കിൽ ഒരു എന്താണോ ആ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കിട്ടി എന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് നിങ്ങൾ മുന്നും സ്വപ്നം കണ്ടിരുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതെല്ലാം നിങ്ങൾക്ക് കിട്ടി എന്ന് കാണുന്നുണ്ട്. പക്ഷെ ഈ ഒരു സമയത്തും നിങ്ങളും നിങ്ങളുടെ പേഴ്സണും ചിന്തിക്കുന്ന സെയിം കാര്യങ്ങളാണ്. ഈ ഒരു എന്തൊക്കെ നമുക്ക് ലൈഫിൽ വന്നാലും ആ ഒരു സമാധാനം, അതുപോലെ ആ റിലേഷൻഷിപ്പ്, അതൊന്നും അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലൈഫിൽ ഉണ്ടായിരുന്ന ഒരു കാര്യം എന്ന് തിരിച്ചറിയുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങളുടെ പേഴ്സണും അത് തിരിച്ചറിയുന്നുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു റീഡിങ്ങിൽ നോക്കിയിട്ടുണ്ടായിരുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ മറന്നോ, നിങ്ങളെ കുറിച്ച് ഓർക്കുന്നുണ്ടോ എന്നുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവിടം തൊട്ട് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഓർക്കുന്നുണ്ട്. നിങ്ങളും ഈ ഒരു സെയിം രീതിയിൽ നിങ്ങളുടെ പേഴ്സണെ ഓർക്കുന്നുണ്ടായിരിക്കാം. ആ ഒരു പഴയ റിലേഷൻഷിപ്പ്, അതിലുണ്ടായിരുന്ന ആ ഒരു സമാധാനം, അതുപോലെ ആ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ, ആ ഒരു റിലേഷൻഷിപ്പും ആ ഒരു സമാധാന സന്തോഷമൊക്കെ ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടായിരുന്ന ലൈഫിൽ ഏറ്റവും വാല്യബിൾ ആയിട്ടുണ്ടായിരുന്ന സമയങ്ങളെന്ന് ഇപ്പൊ എല്ലാം നേടിയതിനു ശേഷം, അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളാണെങ്കിൽ കൂടി അതെല്ലാം കിട്ടിയതിനു ശേഷവും നിങ്ങൾക്ക് മനസ്സിലാകുന്നു ആ ഒരു പഴയ കൂടെ ഉണ്ടായിരുന്ന ആ ഒരു കാര്യമായിരുന്നു ഏറ്റവും നല്ലതെന്ന് നിങ്ങളുടെ പേഴ്സണ് മനസ്സിലാകുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ അറിയാൻ പറ്റുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 6 ഓഫ് കപ്സിന്റെ ഒരു കാർഡ് കാണുന്നുണ്ട്. അപ്പോൾ അവരും ഈ ഒരു പഴയ കാല ഓർമ്മകളിലേക്ക് പോവുകയാണ്. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പ്, ചിലപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പേഴ്സൺ എന്ന് പറയുന്ന ഒരു ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആകാം, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരോ, അല്ലെങ്കിൽ തൊട്ട് വീടിന് അയലൊക്കെ ആയിട്ടുള്ള നെയ്ബേഴ്സോ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആകാനുള്ള ചാൻസസ് ഉണ്ട് നിങ്ങളും ഈ ഒരു പേഴ്സണും തമ്മിലുള്ള റിലേഷൻഷിപ്പ്. ഓക്കെ, അപ്പൊ എന്താണെങ്കിലും ആ ഒരു പാസ്റ്റിലെ ആ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾ ഉണ്ടായിരുന്ന ആ ഒരു സമയത്തിലേക്ക് അവരുടെ ഓർമ്മകൾ പോകുന്നുണ്ട്, നിങ്ങളെക്കുറിച്ച് അവർ ഓർക്കുന്നുണ്ട് എന്നുള്ളത് ഈ ഒരു കാർഡിൽ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ആ ഒരു വീണ്ടും റീകണക്ട് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ഒരു നിങ്ങളുമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് മുന്നോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഒരു എക്സ്പെക്ടേഷൻ, ഇനിയും നിങ്ങൾ അവരിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരോട് ഒപ്പം ചേർന്ന് നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഒരു നല്ല ഹാപ്പി ആയിട്ടുള്ള ആ ഒരു മെമ്മറീസിലോട് കൂടിയ ആ ഒരു നല്ല പഴയ മെമ്മറീസിലുള്ള ആ ഒരു ഫ്രെയിം വീണ്ടും ക്രിയേറ്റ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. അത് കിട്ടും എന്ന് അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തോഷം അവർ മനസ്സിൽ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് അവർക്ക് ഓർമ്മ വരുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു കാർഡിൽ നിന്ന് മനസ്സിലാകുന്നത്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡ് നമുക്ക് കിട്ടുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ ഒരു കാർഡാണ്. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് നല്ല രീതിയിൽ ഓർക്കുന്നുണ്ട്, നിങ്ങളെ മറന്നു കളഞ്ഞിട്ടില്ല, വീണ്ടും നിങ്ങളിലേക്ക് വരാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് എന്ന് നമുക്കിവിടെ മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് എല്ലാ കാർഡുകളിൽ നിന്നും നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ ഇവിടെ യൂണിവേഴ്സ് ഈ ലാസ്റ്റ് ആൻഡ് ഫൈനൽ കാർഡിലൂടെ നമുക്ക് ഒരു യൂണിവേഴ്സ് ഗൈഡൻസ് എന്ന രീതിയിൽ പറഞ്ഞു തരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്രയും നാളും പ്രതീക്ഷിച്ചിരുന്ന ആ ഒരു ഓപ്പർച്യൂണിറ്റി, ആ ഒരു പേഴ്സൺ ആയിക്കോട്ടെ, ആ സിറ്റുവേഷൻ ആയിക്കോട്ടെ, എന്താണോ അത് നിങ്ങളിലേക്ക് വരും. നിങ്ങൾക്ക് നല്ല ആ ഒരു കാര്യത്തിൽ, റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഗ്രോത്ത് ഉണ്ടാകും, സക്സസിലേക്ക് പോകും. പക്ഷെ നിങ്ങളിവിടെ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സെൽഫ് ഡിസിപ്ലിൻ നിങ്ങളെ കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ് യൂണിവേഴ്സ് പറഞ്ഞു തരുന്നത്. പ്രത്യേകിച്ച് ഫൈനാൻഷ്യൽ പരമായ കാര്യങ്ങളിൽ നിങ്ങൾ ആ ഒരു ബുദ്ധിപരമായ രീതിയിൽ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം എന്ന് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് പെട്ടെന്ന് എടുത്തു പിടിച്ചിട്ട് ഒരു തീരുമാനം, ഡിസിഷൻ എടുക്കാനായിട്ട് ഒരിക്കലും നിൽക്കരുത്. നല്ല രീതിയിൽ ആലോചിച്ചതിന് ശേഷം ഒരു ഡിസിഷൻ എടുക്കുക എന്നുള്ളൊരു കാര്യം ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ വളരെ ഒരു ചിന്തിച്ച് പെട്ടെന്ന് ചാടി കയറി ഒരു തീരുമാനം എടുത്തിട്ട് അത് പിന്നെ ഒരു തെറ്റായ രീതിയിലേക്ക് പോകുന്നതിനേക്കാൾ നല്ലത് കുറച്ച് സമയം എടുത്ത് നല്ല രീതിയിൽ ചിന്തിച്ച് ഒരു ഡിസിഷൻ എടുക്കാനായിട്ട് ശ്രമിക്കാനായിട്ടുള്ള ഒരു യൂണിവേഴ്സൽ ഗൈഡൻസ് ആണ് നമുക്ക് ഈ ലാസ്റ്റ് കാർഡിൽ കിട്ടുന്നത്. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ഇവിടെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളെ അവർ മറന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അവർ നിങ്ങളിലേക്ക് വീണ്ടും തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് എന്നൊക്കെ തന്നെയുള്ള കാര്യങ്ങളാണ് നമുക്കിവിടെ മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുറച്ച് ക്ലൂസും കൂടെ നമുക്കൊന്ന് എടുത്ത് നോക്കാം. Close related to this reading. Okay, close related to this reading. ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1987 എന്ന് പറയുന്ന വർഷമാണ്. 1984 കിട്ടുന്നുണ്ട്. പെയിന്റിംഗ് എന്ന് പറയുന്നൊരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. 639 എന്ന് പറയുന്ന നമ്പർ കിട്ടുന്നുണ്ട്.
2002 നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ബ്ലാക്ക് കളർ ആയിരിക്കാം നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. ലെറ്റർ എഫ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. പോലീസ് എന്ന് പറയുന്ന ക്ലൂ കിട്ടുന്നു. നമ്പർ 23 കിട്ടുന്നുണ്ട്. 6 ഡേയ്സ് എന്ന് പറയുന്ന ഒരു ക്ലൂ പോസിബിലിറ്റിയാണ്. എൻകറേജസ് യു. ഓക്കെ, നിങ്ങളെ ഒത്തിരി എൻകറേജ് ചെയ്തിട്ടുണ്ടാവാം ഈ ഒരു പേഴ്സൺ. 1984 ഫ്ലവേഴ്സ്. ഈ റിലേഷൻഷിപ്പിനും ഫ്ലവേഴ്സിനും എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു. സെക്കൻഡ് സ്റ്റഡ് ഇട്ടിട്ടുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ. ഓക്കെ, നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. 1988 എന്ന് പറയുന്നൊരു വർഷം നമുക്ക് കിട്ടുന്നുണ്ട്. ലെറ്റർ എൽ കിട്ടുന്നുണ്ട്. വൈറ്റ് ബട്ടർഫ്ലൈസ് ഒക്കെ നിങ്ങൾ ഈ ഒരു സമയത്ത് ഒത്തിരി കാണുന്നുണ്ടായിരിക്കാം. സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യുന്നുണ്ടായിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണൊക്കെ. ഓഗസ്റ്റ് മന്ത് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്പർ 23 മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മെഡിക്കൽ ഫീൽഡിൽ നിന്നുള്ള ആളായിരിക്കും. ബ്യൂട്ടിഫുൾ ഐസ്, കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കാം നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സന്റെ ഒക്കെ കണ്ണുകൾക്ക് എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടായിരിക്കും. ഫെബ്രുവരി മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. കോട്ടയം ജില്ല. ഡിസംബർ മന്ത്. ഗ്രീൻ കളർ ആയിരിക്കാം നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളർ എന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്ലൂ 1995. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ക്ലൂസും അതുപോലെ തന്നെ റീഡിങ്ങും ഒക്കെ നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് എഴുതി അറിയിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. കമന്റ് സെക്ഷനിലുള്ള ഹൈപ്പർ കൂടി ഒന്ന് ചെയ്തിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.